സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ KSEBയോട് സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് ഇപ്പോൾ ലോഡ് ഷെഡിംഗ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. KSEB നേരത്തെ തന്നെ ലോഡ് ഷെഡിംഗ് ആവശ്യമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതായത് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വളരെയധികം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് 2 ദിവസം മുൻപ് തന്നെ റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിനു മുമ്പ് ഏപ്രിൽ 29-നാണ്. അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് ഉണ്ടായത് ഈ ദിവസങ്ങളിലാണ്. അത്തരത്തിൽ ശക്തമായ ഒരു വൈദ്യുതി ഉപയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപാദനം വളരെ കുറവായാണ് നിൽക്കുന്നത്. ഈ ആശങ്ക KSEB മന്ത്രിയെ അറിയിച്ചിരുന്നു. മന്ത്രി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഉടൻ തന്നെ ലോഡ് ഷെഡിംഗിലേക്ക് കടക്കുന്ന കാര്യം തീരുമാനിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുമായി ഒരു ചർച്ച തീരുമാനിച്ചിരുന്നത്. ഉന്നതതല യോഗമായിരുന്നു ഇന്ന്. വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഈ യോഗത്തിൽ KSEB തങ്ങളുടെ അഭിപ്രായമെല്ലാം അറിയിച്ചിരുന്നു. പ്രധാനമായും ഈ വൈദ്യുതി പ്രതിസന്ധി ആശങ്കയാണ് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് ലോഡ് ഷെഡിംഗ് വേണമെന്നുള്ള നിലപാട് തന്നെയായിരുന്നു KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നാൽ പാടെ ഇത് ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചത്. മറ്റേതെങ്കിലും മാർഗം വൈദ്യുതി ഉൽപാദനമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർഗം KSEB കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഉടൻ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വിഷ്ണു, ഇത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാകുമ്പോൾ തന്നെ ഇത് KSEBയോട് തന്നെയാണ് മറ്റു മാർഗങ്ങൾ തേടിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മുന്നിലുള്ള ഒരു വഴികൾ എന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തതയുണ്ടോ? അതായത് വൈദ്യുതി കൂടുതലായി വാങ്ങുക തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും നടപടികളിൽ കടക്കാനുള്ള സാധ്യത അങ്ങനെയാണോ? ഏതെങ്കിലും തരത്തിൽ ഇത് വേണമെന്ന് തന്നെയാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്. വൈദ്യുതി മറ്റെവിടെന്നെങ്കിലും വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം, ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി പല ആവശ്യങ്ങൾക്കും വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നിലപാട് തന്നെ സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ KSEB വൈദ്യുതി നിയന്ത്രണം മറ്റേതെങ്കിലും തരത്തിൽ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രധാനമായും ഈ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുക എന്നുള്ള കാര്യം ഉൾപ്പെടെയാണ് ഇനി ചെയ്യേണ്ടത്. അത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഈ രാത്രി സമയങ്ങളിലാണ് കൂടുതൽ വൈദ്യുതി ഉപയോഗം. അതുകൊണ്ട് തന്നെയാണ് ലോഡ് ഷെഡിംഗ് ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം മറ്റ് വൈദ്യുതി ഉപയോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നത് മാത്രമാണ് ഇപ്പോൾ KSEBയുടെ മുന്നിലുള്ളത്. അതോടൊപ്പം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യം മാത്രമാണ് ഉടലെടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വൈദ്യുതി നിയന്ത്രണത്തിന് ഒരു നടപടി എന്നുള്ള രീതിയിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശ്വാസകരമായ വാർത്തയാണ്. ഇപ്പോൾ വേനൽ ചൂട് ഉയരുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി കുറച്ചു നേരത്തേക്ക് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കാം മന്ത്രിസഭയും അത്തരത്തിലുള്ള തീരുമാനം. അതായത് മന്ത്രിയുടെ ഉന്നതതല യോഗത്തിൽ തന്നെ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ഉടൻ ലോഡ് ഷെഡിംഗ് സ്വീകരിക്കാൻ സാധിക്കില്ല. അതിന് പകരം മറ്റെന്തെങ്കിലും ബദൽ മാർഗം KSEB തന്നെ കണ്ടെത്തണം. അതുകൊണ്ട് KSEBക്ക് തന്നെയാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്. ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഇല്ല, ലോഡ് ഷെഡിംഗ് ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മന്ത്രിതല യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മറ്റു മാർഗങ്ങൾ തേടേണ്ടതുണ്ട് എന്നുള്ളതാണ് KSEBക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിവരങ്ങൾ നൽകിയത് വിഷ്ണുവാണ് തിരുവനന്തപുരത്ത്.